നല്ല ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ വീട്ടിലുണ്ട്. ബ്രോ സുഖാണ് അവിടെ? സുഖാണ്. സമ്മർ ടൈം ആണ്. എൻജോയിങ്. ഓക്കെ. അപ്പോ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ തുടങ്ങി. ഒരു നമ്മൾ എക്സ്പെക്ട് ചെയ്ത സ്റ്റാർട്ടൊന്നും സിറ്റിയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. പക്ഷെ പ്രീ സീസൺ ആണ്. AC മിലാനെതിരെ 3-2 പരാജയപ്പെട്ടു. പിന്നീട് സെൽറ്റിക്കിനെതിരെ 4-3 ഒരു തോൽവി. അപ്പൊ എങ്ങനെയാണ് പ്രീ സീസൺ നോക്കിക്കാണുന്നത്? ഒരു ടെസ്റ്റിംഗ് ആണോ, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് സിറ്റി എടുക്കുന്നില്ലേ? അപ്പം ഇപ്പൊ നമ്മൾ ലാസ്റ്റ് 2 മാച്ചസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിഫൻസീവ് ലൈൻ ആക്ച്വലി നമ്മളുടെ ഒരു പ്രീ സീസൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു റെസ്റ്റ് ഒരു ഫിറ്റ്നസ് റീഗെയിൻ ചെയ്യാൻ. നമ്മുടെ ഡിഫൻസ് നോക്കുകയാണെങ്കിലും കംപ്ലീറ്റ്ലി യങ്സ്റ്റേഴ്സിനെ വെച്ച് കളിച്ചു. മിഡ്ഫീൽഡിൽ യങ്സ്റ്റേഴ്സ് ആയിരുന്നു. സോ കൂടുതലൊരു ഹോളണ്ടിനും ഗ്രീലിഷിനുമാണ് ആക്ച്വലി കഴിഞ്ഞ 2 മാച്ചസ് ആയിട്ട് റണ്ണ് കിട്ടിയത്. സോ ഹോളണ്ട് ആ ഒരു സ്കോറിംഗ് ബൂട്ട്സ് തിരിച്ചു വന്നു. സോ അത് നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഈ 2 മാച്ചസ് എനിക്ക് കൂടുതൽ ഒരു സർപ്രൈസിങ് ആയത് ഓസ്കർ ബോബ് ആയിരുന്നു. കാരണം പ്രോമിസിംഗ് ആയിട്ട് തോന്നി ഈ ഒരു സീസണിലോട്ട്. 2 മാച്ചും നല്ല രസമായിട്ട് കളിച്ചു. നല്ല അടിപൊളി കളിയായിരുന്നു. സോ ഈ ഒരു സീസണിലോട്ട് ഞാൻ കൂടുതൽ നോക്കിക്കാണുന്ന ഒരു പ്ലെയറാണ് ഓസ്കർ ബോബ്. കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. സോ കാൽവിൻ ഫിലിപ്സ് പിന്നെ ആസ് യൂഷ്വൽ ഹി കാൺ ഫിറ്റ് ഇൻ ടു ദിസ് സൈഡ്. സോ മിക്കവാറും ഈ സീസൺ പോകുമെന്ന് വിചാരിക്കുന്നു. സോ അത് മൊത്തത്തിൽ ഓക്കെയാണ്. സോ ഒക്കേഷ് പെർഫോമൻസ് ആണ്. അതെ, ഒരുപാട് ഔട്ട് ഗോയിങ്ങിനെ പറ്റിയിട്ടുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. എഡേഴ്സൺ സൗദി ലീഗിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അത് മാത്രമല്ല, ആൽവരസിനെ വിൽക്കാൻ പോകുന്നു എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കാരണം ആൽവരസ് എന്താ പറയാ, പുതിയ ഓപ്പർച്യൂണിറ്റി നോക്കുന്നു. അതേപോലെ തന്നെ എഡേഴ്സന് നല്ലൊരു 60 മില്യൺ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളീനെ വിൽക്കുന്നൊക്കെ പറയുന്നേക്കുന്നു. ഇതിലെന്തെങ്കിലും കാര്യമായിട്ടുള്ള വറി ചെയ്യേണ്ട ഫാക്ടർ ഉണ്ടോ? ആൽവറസ് വറി ചെയ്യേണ്ട ഫാക്ടർ ഉണ്ട്. പറഞ്ഞാൽ ആൽവറസിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത് ജെന്യൂൻ ആണ്. കാരണം ആൽവറസിനെ പോലത്തെ ഒരു പ്ലെയറിന് റെഗുലർ ഗെയിം ടൈം എന്നുള്ളത് അതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റി ടീം നോക്കുകയാണെങ്കിൽ ആൽവറസിനെ അവിടെ കളിപ്പിക്കുന്നുള്ളത് ഭയങ്കര ഒരു ക്വസ്റ്റ്യനിങ് ആണ്. സോ ഹാളണ്ടിന് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആൽവറസ് ആണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെപ്പിന്റെ പറ്റിയൊരു പ്ലെയർ, ഒരു സെന്റർ ഫോർവേഡ് തന്നെയാണ്. സോ ഈ ഒരു സിറ്റുവേഷൻ ആക്ച്വലി നമുക്ക് ആൽവറസിനെ ഒന്നും പറയാൻ പറ്റില്ല. സോ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. ആൽവറസ് മേ ലീവ് സിറ്റി, ബട്ട് ഓൺലി ഇഫ് ഒരു നല്ലൊരു പ്രൈസ് കിട്ടുകയാണെങ്കിൽ മാത്രം ഇറ്റ്സ് ഓക്കെ ടു ലെറ്റിംഗ് ഗോ. സോ ശരിക്കും ആൽവറസിനെ പോലത്തെ പ്ലെയറിനെ ഒരിക്കലും വിടാൻ പാടില്ല. സോ അപ്പുറത്ത് ഹോളണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു ടഫ് ഡിസിഷൻ മേ ബി എടുക്കേണ്ടി വരും തോന്നുന്നു. സോ എനിക്ക് ഇപ്പോഴത്തെ ഈ ഒരു ട്രാൻസ്ഫർ സാഗയിൽ ഏറ്റവും കൂടുതൽ പോകുമെന്ന് വറി ചെയ്യുന്ന ഒരു പ്ലെയർ ആൽവറസ് ആണ്. എഡർസൺ പിന്നെ ഇന്നലെ തന്നെ അത് ട്വീറ്റ് ചെയ്ത് പറഞ്ഞു. സോ ഹീസ് കംഫർട്ടബിൾ സിറ്റി എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. സോ കഴിഞ്ഞ മാച്ചാണെങ്കിൽ ക്യാപ്റ്റൻ ചെയ്യുകയും ചെയ്തു. സോ എഡേഴ്സൺ ഇപ്പം എനിക്കൊരു വറിയും കാട്ടല്ല. എഡേഴ്സൺ സ്റ്റേ ചെയ്യുന്ന തന്നെയാണ് വിശ്വാസം. സോ എഡേഴ്സൺ ഓട്ടോയ്ക്ക് തന്നെയായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരുന്നു. സോ അതോ ഇപ്പം കാൽവിൻ ഫിലിപ്സ് സിറ്റുവേഷനും അതുപോലെ ക്യാൻസലോ സിറ്റുവേഷനും ഇപ്പോഴും സ്റ്റിൽ ക്യാൻസലോ സിറ്റി പ്ലെയർ ആണ്. സോ ക്യാൻസലോ സിറ്റുവേഷനും ഒരു അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. സോ അത് രണ്ടും അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആൽവറസ് ആണ്. സോ ആൽവറസ് എങ്ങനെ ഏത് ഡിസിഷൻ എടുക്കുമെന്ന് അറിയില്ല. ഇനി പെപ്പ് ഇനി പുതിയ പ്ലാന് വല്ലതും കണ്ട് ആൽവറസ് ഹാളണ്ടിനെ ഈ ഒരുമിച്ച് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് വല്ല ഒരു പ്ലാന് കണ്ടിട്ടുണ്ടെങ്കിൽ മേ ബി ഹി മൈറ്റ് കണ്ടിന്യൂ. സോ അല്ലാത്തൊരു പക്ഷം ആക്ച്വലി ആൽവറസിന്റെ ഒരു കാലിബർ വെച്ചിട്ട് ഹി ഷുഡ് ഗോ. സോ എപ്പോഴും റെഗുലർ ഫസ്റ്റ് ടീം കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റി കിട്ടേണ്ട ഒരു പ്ലെയർ ആണ്. സോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചാൻസ് ഈ ഒരു ഇപ്പോഴത്തെ ഒരു പ്ലേയിങ് സ്റ്റൈൽ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ആൽവറസ് റെഗുലർ കളിക്കാൻ പറ്റുമെന്ന്. സോ ഏതർ ഒരു ന്യൂ പ്ലാൻസ് സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഹി മൈറ്റ് ലീവ് വിത്ത് ഗുഡ് പ്രൈസ്, അങ്ങനെ തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള DM ബാക്കപ്പ്, അതായത് ഇപ്പോൾ സപ്പോസ് റോഡ്രി എന്ന് പറയുന്നത് നിങ്ങളൊരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പ്ലെയർ ആണ്. അപ്പൊ അടുത്ത ഫുൾ സീസണിൽ കളിക്കാന്ന് പറയുന്നത് സ്റ്റഫ് റൈറ്റ്, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആരെങ്കിലും ആ ഒരു റോളിലേക്ക് സിറ്റി നോക്കുന്നുണ്ടോ? കാര്യമായിട്ടുള്ള റൂമേഴ്സ് ഒന്നും കേൾക്കുന്നില്ല. ഇപ്പോ ബയേണിൽ ഒരു പ്ലെയർ വരുന്നൊക്കെ പറയുന്ന കേട്ടു, പക്ഷെ കിമിച്ച് വരുന്നുള്ള ഒരു ന്യൂസ് കേട്ടായിരുന്നു. അതല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു DM-നെ ഒരു ലിങ്ക് ഒന്നും കാണുന്നില്ല. അപ്പൊ എന്താണ് ഇപ്പൊ റോഡ്രി ആയിരിക്കും ഒരു സിംഗിൾ പിവറ്റ്, അല്ലെങ്കിൽ ജോൺ സ്റ്റോൺസിനെ കളിപ്പിക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി പരീക്ഷിക്കാനാണ് പരിപാടി? എനിക്ക് തോന്നുന്നില്ല. ആൽവറസ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആൽവറസ് ഒരു നല്ലൊരു പ്ലെയർ ആണ്. സോ ആൽവറസ്
റോഡ്രിയെ വെച്ച് ഇനി കണ്ടിന്യൂ ചെയ്യാന്ന് പറയാം, റോഡ്രി മാത്രം വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ വളരെ റിസ്കി മൂവ് ആയിരിക്കും ഈ സീസൺ. എസ്പെഷ്യലി ഇപ്പോൾ റോഡ്രി ഒരു ഇഞ്ചുറി ആയിട്ട് ഇരിക്കുന്നു. ഇപ്പോൾ സ്പെയിനായിട്ടുള്ള യൂറോ കപ്പിൽ ഇഞ്ചോർഡ് ആയിട്ടുണ്ട്. എപ്പോഴാണ് റിക്കവേർഡ് ആയിട്ട് വരികയെന്ന് അറിയില്ല. സോ റോഡ്രി ഇല്ലാത്ത ഗെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ സീസൺ കണ്ടതാണ്, എല്ലാ കളിയും വി ആർ ലൂസിങ്. സോ റോഡ്രിക്ക് എങ്ങനെയാണെങ്കിലും റോഡ്രിക്ക് നമ്മളൊരു ആൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ റോഡ്രിക്ക് ഒരു ബാക്കപ്പിനെ കണ്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു അടിയായിരിക്കും ഈ സീസണിൽ. പ്രത്യേകിച്ച് ഒരുപാട് ഇനി ക്ലബ് വേൾഡ് കപ്പ് എക്സ്ട്രാ മാച്ചസ് വരുന്നുണ്ട്. സോ മാച്ചസിന്റെ എണ്ണം കൂടുകയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പം കിമ്മിച്ചാണ് ഏറ്റവും ബെസ്റ്റ് ചീപ്പ് ആൾട്ടർനേറ്റീവ്. സോ നമുക്ക് ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട്, കാരണം റോഡ്രി ആൾമോസ്റ്റ് എല്ലാ മാച്ചസും കളിക്കും. സോ ഒരു ആൾട്ടർനേറ്റീവിന് നമുക്കൊരു 40-50 മില്യൺ ഒക്കെ കൊടുത്ത് വാങ്ങാന്ന് പറയുന്നത് മേ ബി ഒരു നഷ്ടമായിരിക്കും. സോ കിമ്മിച്ച് എന്ന് പറഞ്ഞാൽ ഏജ് വെച്ചും എക്സ്പീരിയൻസ് വെച്ചും പിന്നെ പ്രൈസ് ടാഗ് വെച്ചും കമ്പാരിറ്റീവ്ലി ചീപ്പർ ഓപ്ഷനാണ്. സോ ഇപ്പൊ റോഡ്രി ഉണ്ടെങ്കിലും മൾട്ടിപ്പിൾ പൊസിഷൻ, റൈറ്റ് ബാക്ക് ആണെങ്കിലും സെൻട്രൽ മിഡ് ആണെങ്കിലും മൾട്ടിപ്പിൾ പൊസിഷൻസും കളിപ്പിക്കാൻ പറ്റും. സോ ഇപ്പോഴത്തെ ഇതിൽ സിറ്റിക്ക് ഒരു ബെസ്റ്റ് ഒരു ട്രാൻസ്ഫർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കിമ്മിച്ചാണ്. ഒരു കിമ്മിച്ച് പ്ലസ് മ്യൂസിയാല ഡീൽ നമുക്ക് പറ്റുകയാണെങ്കിൽ ആക്ച്വലി ആ ഒരു ഡിബ്രോയിൻ ബാക്കപ്പ് ആയിട്ട് മ്യൂസിയാലയും കിട്ടും. സോ ഈ രണ്ട് പ്ലേയേഴ്സിനെ നമുക്ക് ബയോന്ന് കിട്ടുകയാണെങ്കിൽ പെർഫെക്റ്റ് വിൻഡോ ആയിട്ട് മാറും. സോ പിന്നുള്ളൊരു ഓപ്ഷൻ പിന്നെ പറഞ്ഞാൽ നമ്മൾ ആൽവാരസ് ലീവ് ചെയ്താലുള്ള സിറ്റുവേഷൻസ് പിന്നെ നമുക്കുള്ളൂ. സോ ആ ഒരു കിമ്മിച്ച് മാത്രമേ ഇപ്പം എൻ്റെ മനസ്സിലൊരു നല്ലൊരു ഓപ്ഷൻ ആയിട്ട്, ഈവൻ പ്രൈസ് ടാഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും എക്സ്പീരിയൻസും പിന്നെ നമുക്ക് റോഡ്രീനെ വെച്ച് മൾട്ടിപ്പിൾ പൊസിഷൻസ് കളിപ്പിക്കാനും പറ്റും. സോ വേറൊരു ഓപ്ഷൻ ഇപ്പം എനിക്ക് മനസ്സിൽ കാണുന്നില്ല. അതെ, നമ്മുടെ ബ്രസീലിയൻ കിഡായിട്ടുള്ള, ശരിക്കും പറഞ്ഞാല് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഇപ്പൊ പുള്ളിനെ ഏത് വിങ്ങിൽ കളിപ്പിക്കാനായിരിക്കും ഒരു കൂടുതൽ സാധ്യത? ഇപ്പൊ ലെഫ്റ്റ് വിങ്ങിൽ ഡോക്കോ ഉണ്ട്, ഗ്രീലിഷ് ഉണ്ട്, റൈറ്റ് വിങ്ങിലായിരിക്കും പുള്ളിയുടെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് ഇവർ നോക്കുന്നത്. കാരണം നമുക്ക് ഇപ്പൊ ആക്ച്വലി വിങ്ങേഴ്സ് ഒരുപാടുണ്ട്. ഇപ്പം സെവിഞ്ഞോ ഉണ്ട്, അതിന് പുറമെ ഇപ്പൊ ഓസ്കർ ബോ ഇപ്പൊ നല്ലൊരു പ്രോമിസിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഡോക്കു ഓർ ഗ്രീലിഷ് ലെഫ്റ്റ് വിങ്, സെവിഞ്ഞോ റൈറ്റ് വിങ്ങർ ആയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ബട്ട് ഹി ക്യാൻ പ്ലേ ബോത്ത് വിങ്സ്, അങ്ങനെയാണ്. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു ഒരു ആൾമോസ്റ്റ് പ്രീമിയർ ലീഗ് മാച്ചസ് ഒക്കെ മാക്സിമം ഈ സെവിഞ്ഞോയും ഓസ്കർ ബോവും ഗ്രീലിഷ് എല്ലാം വെച്ചായിരിക്കും കളിക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ. പിന്നെ നമ്മളൊരു ക്രൂഷ്യൽ UCL മാച്ചസ് ഒക്കെ വരുമ്പം എനിക്ക് തോന്നുന്നു ഗ്രീലിഷ് വിത്ത് ബെർണാഡോ സ്വിംഗ് ഓപ്ഷൻസ് ആയിട്ട് കളിപ്പിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം UCL നോക്കൗട്ട്സ് ഒക്കെ വരുമ്പം ഒരു എക്സ്പീരിയൻസ് ലെഗ്സ് ഉണ്ടാവുന്നത് നല്ലത്. സോ അല്ലാത്ത പ്രീമിയർ ലീഗ് മാച്ചസ് ഒക്കെ സെവിഞ്ഞോ പ്ലസ് ഡോക്കു ഒരു രണ്ട് സൈഡും പേസി വിങ്ങേഴ്സ് ആയിരിക്കും. സോ അത് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും അറിയില്ല. അപ്പൊ ഡോക്കു കഴിഞ്ഞ സീസണിൽ നമ്മളെ എൻ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നില്ല. ഇവനത്തെ ട്രിപ്പിളിങ്ങും ഒരുപാട് ടേക്ക് ഓൺസ് ഉണ്ടെങ്കിലും എൻ പ്രോഡക്റ്റ് വളരെ കുറവായിരുന്നു. സീസണിലോട്ട് ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും. സെവിഞ്ഞോ അതുപോലെ നമ്മുടെ ഫസ്റ്റ് സീസണാണ്, യങ്സ്റ്റർ ആണ്. സോ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് വെക്കാൻ പാടില്ല. എനിക്ക് കൂടുതൽ ഈ സീസൺ കൂടുതൽ ഒരുപാട് മിനിറ്റ്സ് കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല ഞാൻ. കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആയിരിക്കും. സോ വളരെ 19 വയസ്സേ ഉള്ളൂ. സോ പെപ്പ് സ്ലോലി ബിൽഡ് ചെയ്തെടുക്കുകയായിരിക്കും ചെയ്യുക ആ ഒരു സ്റ്റൈലിലോട്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് മിനിറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും മേ ബി ചെറിയ ലീഗ് കപ്പ് മാച്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തും അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ഈ സീസൺ സാവിഞ്ഞോ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ബിക്കോസ് നമുക്ക് ഉണ്ട് ആൾറെഡി ഒരുപാട് വിങ്ങേഴ്സ് ഇപ്പം ഉണ്ട്. ഡോക്കുവും ഗ്രീലിഷും ബെർണാഡോയും ബോബ് ഇപ്പോൾ അത്യാവശ്യം പ്രോമിസിംഗ് ആണ്. കഴിഞ്ഞ സീസണിനേക്കാളും കൂടുതൽ മിനിറ്റ്സ് ഈ സീസൺ കിട്ടുന്നതായിരിക്കും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് വിങ്ങേഴ്സ് അത്യാവശ്യം ഉണ്ട്. പിന്നെ ആൽവറസും മേ ബി ഫിറ്റിൻ ചെയ്യാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ ദ പ്ലേയിങ് സ്റ്റൈൽ. സോ അതാണ് ഞാനിപ്പം സെവിഞ്ഞോയെ കുറിച്ച് വിചാരിക്കുന്നത്. അതെ, ഇപ്പോ ഡിഫൻസിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ സ്റ്റോൺസ് പുള്ളി ഇഞ്ചുറി ഒരു പ്രശ്നം തന്നെ, ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി പ്രശ്നം വരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഡെപ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്ലേയേഴ്സും ഒക്കെ അവൈലബിൾ ആണെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ 1-2 ഇഞ്ചുറീസ് പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ചില ആൾക്കാർ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ അവിടെ കൊണ്ടുവരേണ്ടി വരും. ഒരു ബാക്കപ്പ് സെന്റർ ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആരെങ്കിലും സൈൻ ചെയ്യുന്ന തോന്നുന്നുണ്ടോ? ഇല്ല, ഡിഫൻസിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇനിയൊരു ഡിഫൻസീവ് ഓപ്ഷൻ വേണം. കാരണം നമുക്ക് ഒരുപാട് അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ട് ഓൾറെഡി. കാരണം റൈറ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ വാക്കർ വിത്ത് ലൂയിസ് ഉണ്ട്, ലെഫ്റ്റ് ബാക്ക് ആണെങ്കിൽ ഗോഡിയോൾ പ്ലസ് ആക്കി, ഡിഫൻസിൽ സെന്റർ ബാക്ക് ആയിട്ട് സ്റ്റോൺസ്, അക്കാഞ്ചി, ഡിയാസ്. സോ ഈ ഒരു പ്ലേയേഴ്സ് വെച്ച് തന്നെ എനിക്ക് തോന്നുന്നു, കാരണം ഇപ്പൊ ആക്കിയാണെങ്കിലും ഗോഡിയോൾ ആണെങ്കിലും ദേ ക്യാൻ പ്ലേ ഇൻ സെന്റർ ബാക്ക്. സോ ഈ പ്ലേയേഴ്സിനെ വെച്ച് തന്നെ ഷഫിൾ ചെയ്തിട്ടൊക്കെ നമുക്ക് ഓപ്ഷൻസ് കളിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇതിലോട്ടൊരു അഡീഷൻ വരുന്നതിലൂടെ ഉപരി മിഡ്ഫീൽഡിലോട്ടൊരു അഡീഷനാണ് ഇപ്പം വളരെ ഇമ്പോർട്ടൻറ്റ്. സോ റോഡ്രിക്ക് ഒരു ബാക്കപ്പ്, പിന്നെ ഒരു ഓപ്ഷൻ പിന്നെ പറഞ്ഞാൽ മാത്യൂസ് ന്യൂനസിന്റെ സിറ്റുവേഷൻ ആണ്. സോ ആൾ ഈ കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നു പെർഫോമൻസ്, തീരെ ടീമിലോട്ട് +11 കളിക്കാൻ പറ്റിയിട്ടില്ല. സോ ആൾ എങ്ങനെയാണ് ഇനി സെക്കൻഡ് സീസണിലോട്ട് കളിപ്പിക്കുക, ഇനി ഒരു ട്രാൻസ്ഫർ
ട്രാൻസ്ഫർ മാർക്കറ്റിലോട്ട് ഇടുമെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കുന്നു. സോ സെക്കൻഡ് സീസൺ ആൾ എങ്ങനെയാണെന്നുള്ള, നോർമലി സെക്കൻഡ് സീസൺ ആണല്ലോ നമ്മുടെ സിറ്റിയിലെ പ്ലെയേഴ്സ് ഡെവലപ്പ് ആയിട്ട് വരും. അപ്പം കോവച്ചിച്ച് പിന്നെ ആൾറെഡി എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആയതുകൊണ്ട് കളിക്കുന്ന ഒരു മേ ബി ഒരു മെയിൻ പ്ലെയർ ആയിട്ട് മാറുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. സോ മാത്യൂസ് ന്യൂനസ് എങ്ങനെയായിരിക്കും ഫിറ്റിൻ ചെയ്യാന്നുള്ളത് അറിയില്ല. സോ ഇത് മാത്രമല്ല, ഇപ്പം ഗാർഡിയോള പുതിയ കോൺട്രാക്ട് മേ ബി സൈൻ ചെയ്യാം എന്നുള്ള ഒരു സൂചന തന്നു ചെയ്തതാണ്. സോ അതൊരു പോസിറ്റീവ് ന്യൂസ് ആണ്. സോ മേ ബി ഇനി ഒരു പുതിയ ട്രാൻസ്ഫർ ടാർഗറ്റ്സിനോടൊക്കെ കൂടുതൽ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇനി ഒരു നല്ല ടാർഗറ്റ്സ് ഒക്കെ വരുമ്പോൾ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാനും നമുക്ക് പറ്റുന്നതാണ്. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതെങ്കിലും സോളിഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ലീഗ് ഉണ്ടോ? ഞാൻ ആകെ കാണുന്നത് ഇപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ മൂസിയാല കിമിച്ചിന്റെ ഒരു ഡീല് മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയൊക്കെ ഔട്ട് ഗോയിങ് ആയിട്ടാണ് കാണുന്നത്. അണ്ടർ ദി ഗ്രൗണ്ട് ഏതെങ്കിലും ഒരു ബിഗ് സൈനിങ് നടത്താനുള്ള ചാൻസ് കാണുന്നുണ്ടോ? ബിഗ് സൈനിങ്സ് ഈ സീസൺ എനിക്ക് തീരെ തോന്നുന്നില്ല. കാരണം എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇനി ഏതെങ്കിലും ഔട്ട് ഗോയിങ് ഇല്ലാതെ ഒരു ഇൻകമിങ് ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഡാനി ഓൾമോന്റെ ഒരുപാട് ട്രാൻസ്ഫർ റൂമേഴ്സ് കണ്ടിരുന്നു യൂറോ ലാസ്റ്റിലോട്ടൊക്കെ. ബട്ട് അത് ഡാനി ഓൾമോ സിറ്റുവേഷൻ നടക്കുന്ന അൽവറസ് സിറ്റുവേഷൻ വെച്ചായിരിക്കും ഓൾമോ പോലുള്ള പ്ലേയേഴ്സിനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഓൾമോ ഒക്കെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത്യാവശ്യം മണി വേണ്ട, 80 to 100 million ഒക്കെ ചാൻസ് ഉണ്ട്. സോ അത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യാൻ സാധ്യതയില്ല അൺലെസ് ആരെങ്കിലും പോവല്ലാതെ. സോ അൺലെസ് അൽവറസ് പോയില്ലെങ്കിൽ മേ ബി വിൽ ഫിറ്റ് ഇൻ ടു സെയിം ടീം. അത് അല്ലെങ്കിൽ നമുക്കൊരു എന്താണെങ്കിലും ഒരു സെന്റർ മിഡ് എന്തായാലും ഒരു ഓപ്ഷൻ ആവശ്യമുണ്ട്. സോ അത് ചിക്കി എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിക്കും. കാരണം റോഡ്രി വെച്ച് ഇനിയും ഈ ഒരു സീസൺ ഒറ്റയ്ക്ക് പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഒരു ലോങ് ടേം ഇഞ്ചറി 1 month ഔട്ടായി കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ റേസത്തിന് ഔട്ടായിരിക്കും. സോ അതായിരിക്കും സിറ്റുവേഷൻ. നമ്മൾ 1 month ഈസ് ഔട്ട്, അപ്പോൾ കഴിഞ്ഞു, ആ സീസൺ കഴിഞ്ഞു. സോ ആ ഒരു സിറ്റുവേഷനിലപ്പം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എങ്ങനെയെങ്കിലും സൈൻ ചെയ്യണമെന്നുണ്ട്. സോ ഗാർഡിയോള പറഞ്ഞത് എങ്ങനെയാണ്, ഔട്ട് ഗോയിങ്സ് ഇല്ലെങ്കിൽ നമുക്കൊരു സൈനിങ് ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സോ അറിയില്ല ഇനി എങ്ങനെയാണ് ഇനി കുറച്ച് സീസൺ തുടങ്ങാൻ ഇനി ഓഗസ്റ്റ് ലാസ്റ്റ് വരെ ഉണ്ട്, 1 month കൂടെ ഉണ്ട്. സോ ഇതിലുള്ള വല്ല ചേഞ്ചസ് വരികയാണെങ്കിൽ ഹാപ്പി. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ ജോയിൻ ചെയ്തില്ല. നമുക്ക് എന്തായാലും തുടങ്ങുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കാണാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും, ആരായിരിക്കും സ്റ്റാർട്ടിംഗ് 11 ഏതൊക്കെ പേര് വരുന്നൊക്കെ. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. അതെ, ഇപ്പൊ താങ്ക് യു. കമ്മ്യൂണിറ്റി ഷീൽഡ് വരുന്നുണ്ട്. അപ്പൊ കമ്മ്യൂണിറ്റി ഷീൽഡ് ഒക്കെ കാരണം കമ്മ്യൂണിറ്റി ഷീൽഡ് ആണെങ്കിലും നമുക്ക് തോന്നില്ല, കാരണം ഒരുപാട് പ്ലേയേഴ്സ് ഇനിയും വരാനുണ്ട്. സോ അപ്പോഴും കൂടുതൽ ഒരു പ്രാക്ടീസ് മാച്ച് പോലെ ആയിരിക്കും കമ്മ്യൂണിറ്റി ഷീൽഡിൽ കാണുന്നത്. ബട്ട് യുണൈറ്റഡ് ഡെർബി എല്ലാം ആയതുകൊണ്ട് ഒരു നല്ല അത്യാവശ്യം ഒരു ഫൈറ്റ് വേണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും നല്ലൊരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, ടേക്ക് കെയർ, ബൈ.